ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെയല്ല, കുറച്ച് വിഷമത്തിലാണ് മക്കളെ അങ്ങോട്ട് പോണത്. എന്താ വെച്ചാൽ നമ്മുടെ കൊടിഞ്ഞിപ്പള്ളിയിലേക്ക് പോവാണ് മോനോനായിട്ട്. മോനോനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പോവാണേ. മോനോനെ വെച്ചുകൊണ്ട് ഇൻട്രോ പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറയല്ല നിവർത്തില്ലല്ലോ. അപ്പൊ കുട്ടിമാനൊക്കെ ബാക്കിലുണ്ട്. അപ്പൊ ഇന്ന് മുത്തും ഇല്ല പൊന്നുമില്ല. ഡ്രൈവിംഗിന് ടെസ്റ്റ് ഉണ്ട്. അതെ, അപ്പൊ ലാനിങ് ഒക്കെ കഴിഞ്ഞാൽ ടെസ്റ്റിന് വേണ്ടി പോയതാണ് മുത്തു. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതാണ് ഇപ്പൊ ഇത്രയും നേരമായത്. ഞങ്ങള് കുറച്ച് നേരത്തെ പോണ്ടിരുന്നു. അതെ, കല്യാണം കഴിഞ്ഞ് വന്നിടത്തെങ്കിലും ഇപ്പൊ നേരം വൈകി. അപ്പൊ വണ്ടിയിൽ കുറെ ഇരുന്നപ്പോ പൊന്നൂന് വരാൻ ഒരു താല്പര്യമില്ല. എന്താ വെച്ചാൽ വണ്ടിയിൽ ഇരുന്ന് അസ്വസ്ഥയിക്കുന്ന ആള്, മടുത്തിക്കുന്ന ആള്. അപ്പൊ ഏതായാലും കൊടിഞ്ഞിപ്പള്ളിക്ക് പോവാണ്. അപ്പോ അല്ലേ, അവിടുന്ന് മോനൂന് ഒരു ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടാ പോണത് മക്കളെ. അപ്പൊ മോനൂന് ഒരു സബ്സ്ക്രൈബറ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കോട്ടക്കല്. അവിടുന്ന് അത് കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ അതെ, ഇനി വരുള്ളൂ, ഇനി റബി ലെവലിന് വരുള്ളൂ ആള്. അപ്പൊ എന്താ നിങ്ങളെ വാങ്ങി കൊടുക്കണം, എന്നിട്ട് അവനെ കൊണ്ടുപോയാൽ മതി. ആ സബ്സ്ക്രൈബർ കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ കോട്ടക്കല് പോയിട്ട് ആ ഫുഡൊക്കെ വാങ്ങി കൊടുത്തിട്ടേ പോവുള്ളൂ. അപ്പൊ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കണത്, എന്തൊക്കെയാ അതിന്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണട്ടാ. അപ്പൊ ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് കൊടിഞ്ഞിപ്പള്ളിയുടെ വിശേഷങ്ങളും മോന് പോകുന്നതിന്റെ ആ വിശേഷങ്ങളും, അതുപോലെ തന്നെ മോനുവിന് ആരാണ് ആ ഫുഡ് വാങ്ങിക്കൊടുത്തെന്നുള്ള വിശേഷം എല്ലാം വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വരുമ്പോ കുറച്ച് പോകുമ്പോ തോന്നുന്നുണ്ട് അല്ല മോനോ? അത്യാവശ്യം ഉണ്ട് ലഗേജ്, അത്യാവശ്യമുണ്ട്. തിരുമ്പാൻ വേറൊന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ലല്ലോ. അമ്മനോട് പറഞ്ഞോളാം അസ്സലാമു അലൈക്കും പറഞ്ഞോ. ഹലോ, ഈ ബാക്കിൽ ഡിക്കോർന്നാ? ആ അതാ കേറിനുള്ളൂ. കാലി 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 അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതിലല്ല, മാഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ആ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ തന്നെ മോനുവിന് ആ ഫുഡ് വാങ്ങിക്കൊടുത്ത് കൂടെ ഞങ്ങളും എല്ലാ ചുളിവില് കഴിച്ച്. മാഷാ അല്ലാഹ്. ഏതായാലും വാങ്ങി തന്ന ആൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ. അല്ല മോനാ? അപ്പൊ ഏതായാലും ഞങ്ങൾ ഇനി നീങ്ങാണ്. ഒരു സാധനം കൂടി വഴിയിൽ നിന്ന് വാങ്ങാണ്ട്, മോനുവിനെ കൊണ്ടുപോകാനുള്ള സോപ്പ്, സാബൂന്, അങ്ങനെ ഒന്നിട്ട് സാധനങ്ങൾ വാങ്ങാണ്ട്, 2 തൊപ്പി വാങ്ങാണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങള് നീങ്ങട്ടാ. എല്ലാവർക്കും പോവാ. ശരിക്കും ബ്ലോക്കിലേട്ടാ, നല്ല 1-1.5 ബ്ലോക്കാ മക്കളെ.
6 വരിപ്പാത ഒന്നല്ല 12 വരിപ്പാത വന്നാലും നമ്മളെ ഈ നാടിന് ഒരു രക്ഷയില്ല. രാത്രി കണ്ടില്ല നിങ്ങള് ഇവിടെ ഇഷ്ടം പോലെ സ്കൂട്ടി ഇതൊക്കെ വണ്ടിയൊക്കെ വന്ന ആളുകൾ കാണാൻ നിൽക്കുക. നമ്മളെ പാടം അല്ലേ, ഗുണ്ടുപാടം. അപ്പൊ ഏതായാലും വരുന്ന ഇടയില് റൈഫില് കയറി അവനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായതൊക്കെ വാങ്ങിയില്ലേ. കോമ്പസ്, സോപ്പ്, സാബൂന്, പിന്നെ ഡോക്ടർ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കംഫർട്ട് ഒക്കെ വാങ്ങി. ഏതായാലും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മോന് പോകുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും കയറാൻ പറ്റിയത് ഹോട്ടലല്ല. പക്ഷെ ആ സബ്സ്ക്രൈബർ പറഞ്ഞപ്പോൾ കയറി. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അവൻ പോകുന്നതിന് മുമ്പേ വാങ്ങിക്കൊടുക്കണമെന്ന് അല്ലേ. അപ്പോ ഏതായാലും നമുക്ക് തന്നെ സമാധാനം. വാങ്ങി കൊടുത്തല്ലോ. അതെ, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം, മാതാപിതാക്കൾക്ക് നല്ല സന്തോഷം ഉണ്ടാവുക. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. സന്തോഷമുണ്ട്. ആമീൻ. എന്റെ മോനുടെ ദുആവും ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ പള്ളിയിൽ എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോ അധികം ദിവസം ഒന്നും ഇല്ല. ഞങ്ങൾക്കൊരു ഫാമിലി ടൂർ ഉണ്ട്. അതെ, ഇൻഷാ അല്ലാ 14-ാം തീയതി. അതെ, അത് ദർശന സമ്മതം തരികയാണെങ്കിൽ അതിന് പോണം. പോണം തരുന്നാണ് മോന് പറയണത് കേട്ടാ. അതെ, അപ്പൊ പിന്നെ ജസ്റ്റ് ഒരു ഫാമിലി ടൂർ. അത്ര സ്ട്രിക്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഉസ്താദന്മാരാണ്. അങ്ങനെ കടുപ്പിടുത്തം പിടിച്ചിക്കാണ്ടല്ലേ മക്കളെ ഇടങ്ങാറാക്കി. അതെ, മോന് പറയും വലിയ ഉസ്താദൊക്കെ എന്തെങ്കിലും വേണ്ടാത്ത കണ്ട ജസ്റ്റ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ ചിരിച്ചുകൊണ്ട് വരുമല്ലോ. നല്ല ഉസ്താദാണ്, എല്ലാരും ഒരേപോലെ തന്നെ. അതെ, പിന്നെ നമ്മള് പൊട്ടിത്തെറുപ്പ് കാട്ടുമ്പോ ആർക്കായാലും അത്രേ ഉള്ളൂ. അത് വേണം. പിന്നെ ഞാൻ നമുക്ക് പേടിണ്ടാവില്ലല്ലോ. അതെ, അപ്പൊ എല്ലാം കൊണ്ടും നല്ല തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. അതുകൊണ്ടാണ് ഇത്ര ഉൾഭാഗത്തായാലും ആ ദർസിന്റെ ഒരു ഭംഗി, ദർസിന്റെ ഒരു നല്ല കാര്യം കൊണ്ടാണ് ഇത്രയും ഉൾഭാഗത്തേക്കും ഇത്രയും കുട്ടികളൊക്കെ വരുന്നത്. കാരണം എനിക്കിഷ്ടാണ്, നല്ല ഇഷ്ടമാണ് കൊടിഞ്ഞിപ്പള്ളി. വിശ്വസിന്റെ കുട്ടി അവിടെ ഒരു സമാധാനം ഉണ്ട്. കുട്ടിയില്ല എന്നുള്ളൂ. അതെ, ബാക്കി ബേജാറില്ല. അപ്പൊ നമ്മളിതാ പള്ളി എത്താനായിട്ടുണ്ട് ഏകദേശം കേട്ടോ. അപ്പൊ അന്തി പാതരായി ഇല്ല മോളോ. മോനോടെ അത് വേണ്ട. ആവശ്യമുണ്ടെങ്കിലേ അപ്പൊ മോനുവിന്റെ ബെഡിലാണ് ഞങ്ങളുള്ളത്. കണ്ടില്ലേ, മോനൊക്കെ റെഡിയാക്കി വെച്ചോളാന്ന് പറഞ്ഞ് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇൻഷാ അല്ലാ 10 ദിവസം വരട്ടാ. അപ്പൊ മക്കളെ ഞങ്ങൾ തിരിച്ചു പോവാണ്. മോനുവിനെ അവിടെ കൊണ്ടേ പള്ളിയിൽ റൂമിൽ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ട്. വരുമ്പോ ഭയങ്കര സന്തോഷാണ്. തിരിച്ചു കൊണ്ടാകാൻ ആലോചിക്കാൻ പറ്റൂല. നമുക്ക് ആലോചിക്കാൻ പറ്റൂല. ഓന് നേരെ അവിടെ ചെന്ന് പല കൂട്ടുകാരന്മാരൊക്കെ ആയി നല്ല അടിപൊളി സെറ്റപ്പ് ആയി. ഞാൻ എടുത്തോളാം, ഞങ്ങൾ എടുത്തോളാം അങ്ങനെ എടുത്തേക്കാം. നമുക്ക് പിന്നെ പാവം തോന്നൂല എന്ന് എടുത്തുകൊടുക്കാന്ന്. പക്ഷെ ഓനക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എടുത്തോളാം, ഞങ്ങൾ പൊയ്ക്കോളി. ഏതായാലും വേണ്ട. അവന്റെ അതേ പ്രായമുള്ള കുഞ്ഞു മക്കള് പാവം തോന്നും. ഒക്കെ ഉണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒക്കെ റൂമിൽ എടുക്കാൻ വരാണ്. പക്ഷെ സാരല്ല, പഠിച്ചു നന്നായി കൊടുക്കട്ടെ. നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഒരുപാട് മാറിയ ആള് ഒരുപാട് നല്ല നല്ല കാര്യങ്ങള് നമുക്ക് പറഞ്ഞു തരലും ചെയ്യലും അല്ലേ. അതെ, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചാൽ ആള് കഴിക്കാൻ ഇട്ടായ. ഏതായാലും ഞങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ വീണ്ടും പറഞ്ഞ് ചടപ്പിക്കല്ല. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഇവിടെ ഉണ്ട്. പക്ഷെ അവിടുന്ന് നല്ല അതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ് വഴി നിങ്ങൾ കണ്ടില്ല കഴിച്ചു. മാഷാ അല്ലാ, നമുക്കൊന്നും കഴിക്കാൻ പറ്റിയ ഫുഡുകളല്ല. അതെല്ലാം VIP ഫുഡാണ് കഴിക്കാൻ വാങ്ങി തന്ന സബ്സ്ക്രൈബേഴ്സ്.
ഏതായാലും ഒരിക്കൽ കൂടി പറയുന്നത് അദ്ദേഹത്തിന് ദീർഘാസും മാഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഞങ്ങള് പോവാണ്. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ഞങ്ങള് വീട്ടിൽ പോവാണ്. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. പുതിയ വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും ദീർഘായുസും മാഫിയത്തും അല്ലാഹു തരട്ടെ. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ ബൈ.